പൊന്നാനി മണ്ഡലത്തിലെ ഗുരുവായൂർ ആൽത്തറ സ്റ്റേറ്റ് ഹൈവേ റോഡിൽ ബിയ്യങ്കായലിന് കുറുകെ പുനർനിർമ്മിച്ച കുണ്ടുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടന കർമ്മം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കും. ഇന്ത്യയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള റോഡ് നിർമ്മാണ രീതിയായ BMBC ഉപയോഗിച്ചാണ് കേരളത്തിലെ മിക്ക റോഡുകളുടെയും നിർമ്മാണം നടക്കുന്നതെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMBC ആക്കാൻ ലക്ഷ്യം വെച്ചതിൽ 60% നേടാനായി എന്നതാണ് യാഥാർത്ഥ്യം. LDF സർക്കാർ വന്നതിനു ശേഷം പശ്ചാത്തല വികസനത്തിൽ നടന്നത് ഒരു മാജിക് ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ ജനകീയ ഉദ്ഘാടനവും ശിലാസ്ഥാപന അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. നമുക്കറിയാം, പൊന്നാനിയിലെ സമാനതകളില്ലാത്ത വികസനം നടന്നിട്ടുള്ള പ്രദേശമാണിത്. നമുക്ക് അഭിമാനത്തോടെ പൊന്നാനിക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇത്രയധികം വികസന പ്രവർത്തനം നടന്നിട്ടുള്ള ഒരു കാലഘട്ടം പൊന്നാനിക്കകത്ത് ഉണ്ടായിട്ടില്ല. അത് ഏതെങ്കിലും ഒരു മേഖലയ്ക്കകത്ത് മാത്രമല്ല, കിഫ്ബി ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കൽ, നമ്മുടെ നിരവധി റോഡുകൾ, പാലങ്ങൾ, നമുക്കെല്ലാം അഭിമാനകരമാവുന്ന രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയതാണ് കർമ്മ റോഡ്, അതുപോലെ തന്നെ അവിടുത്തെ നിള പാലവും. കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലായ കുണ്ടുകടവ് പാലത്തിന് പകരമായുള്ള പാലത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29.3 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ടായിരുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം. അതിനാൽ ഗതാഗത ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി ഉദ്ഘാടന ചടങ്ങിൽ PWD ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത്, മറ്റ് തദ്ദേശ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു.